ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, ജെ മാത്സിൻ്റെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സിൻ്റെ 25ാമത്തെ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 24 ക്ലാസ്സുകളിലായി ഡിഫറൻസിയേഷൻ്റെ പല ഫോമുകളും ഡിഫറൻസിയേഷൻ്റെ പല ടൈപ്സിലുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ഇന്ന് നമ്മൾ ഈ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സിൻ്റെ ചില വ്യത്യസ്തതരമായ ചില പ്രോബ്ലംസ്, മെയിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും എൻട്രൻസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അറ്റ് ദ സെയിം ടൈം അത് വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഒന്ന് കോൺസെൻട്രേഷനോട് കൂടിയാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ സ്കൂൾ എക്സാമിനേഷന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷനും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും എല്ലാം നല്ല സ്കോർ കിട്ടാൻ വേണ്ടി ഇത് കണ്ടാൽ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന 17 ക്വസ്റ്റ്യൻസ് ആണ്. 17. ഇന്ന് നമ്മൾ 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് e raised to y into x plus 1 is equal to 1, then show that d square y by dx square is equal to dy by dx the whole square. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റ് ദ സെയിം ടൈം സിമ്പിളുമാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ആൻസർ എളുപ്പത്തിൽ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കിടന്ന് കറങ്ങേണ്ട വരും. അപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുകയാണ്. e raised to y, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. e raised to y into x plus 1 is equal to 1. നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ സൈഡിൽ മക്കളെ LHSലേക്ക് നോക്കിക്കേ. LHS എന്ന് പറഞ്ഞാൽ e raised to y എന്നുള്ള ഫംഗ്ഷൻ്റെയും x plus 1 എന്നുള്ള രണ്ടാമത്തെ ഫംഗ്ഷൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. യെസ്, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇൻറ്റു പ്രൊഡക്റ്റ് റൂൾ അറിയാമല്ലോ. യെസ്, ഫസ്റ്റ് ഇൻറ്റു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ e raised to y. സോ e raised to y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x plus 1. എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 1 വരും. 1ന്റെ ഡെറിവേറ്റീവ് എത്രയാ? 0 വരും. ഓക്കെ, പ്ലസ് പ്രൊഡക്റ്റ് റൂളിൻ്റെ പ്ലസ് തിരിച്ച് x plus 1 ഇൻറ്റു e raised to y. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് e raised to y? അത് തന്നെ, e raised to y ഇൻറ്റു yയുടെ ഡെറിവേറ്റീവ്. സോ dy by dx is equal to 0. 1 is a constant, so derivative is 0. ഓക്കെ, ഇനി ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഇത് നമുക്ക് 1 plus 0 is 1 ആണ്. സോ ഇറ്റ് ഈസ് e raised to y എന്ന് എഴുതാം. പ്ലസ് ഇത് നോക്കിക്കേ മക്കളെ, ഈ x plus 1 ഇൻറ്റു e raised to y എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. ഇത് കണ്ടോ, x plus 1 ഇൻറ്റു e raised to y എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ വാല്യൂ 1 ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് e raised to y ഇൻറ്റു x plus 1ന് പകരം നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ നമുക്ക് 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ 1 ഇൻറ്റു dy by dx is equal to 0 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? നമ്മൾ ഈ e raised to y ഇൻറ്റു ഇത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഈ ഒരു ടേമിന് പകരം നമ്മൾ അതിൻ്റെ വാല്യൂ ആയ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ഈ dy by dx മാത്രം ഇവിടെ നിർത്താമല്ലോ. dy by dx is equal to എന്ത് കിട്ടും? e raised to y അപ്പുറേ പോകും. അപ്പോൾ എന്താവും? മൈനസ് e raised to y എന്നാവും. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ ആവും. സോ dy by dx ആണ്. ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വൺസ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ dy by dx ഡെറിവേറ്റീവ് എന്ത് വരും? യെസ്, d സ്ക്വയർ y by dx സ്ക്വയർ എന്ന് വരും. ഈക്വൽ മൈനസ് e raised to y യുടെ ഡെറിവേറ്റീവ് എന്താ? അത് തന്നെ e raised to y ഇൻറ്റു yയുടെ ഡെറിവേറ്റീവ് വേണം, ദറ്റ് ഈസ് dy by dx. അതിനെ നമുക്കൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. യെസ്, ബട്ട് ഇനി നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. dy by dx ഇക്വേഷൻ നമ്പർ 1 എന്താ പറയുന്നത്? e raised to minus yക്ക് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം?
ഇ റേസ് ടു മൈനസ് വൈ കണ്ടോ, ഇവിടെ ഒരു ഇ റേസ് ടു മൈനസ് വൈ കിടപ്പുണ്ട്. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ആണ് അതിന്റെ വാല്യൂ എന്ന് ഇക്വേഷൻ നമ്പർ 1 പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ വാല്യൂവിന് പകരമായിട്ട് ഇ റേസ് ടു വൈക്ക് പകരമായിട്ട് എന്ത് കൊടുക്കാം, ഡി വൈ ബൈ ഡി എക്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് ഡി വൈ ബൈ ഡി എക്സിന് കൊടുക്കാം. ഓൾറെഡി ഒരു ഡി വൈ ബൈ ഡി എക്സ് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. സോ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആയി. അപ്പം എന്താവും, ഡി വൈ ബൈ ഡി എക്സിന്റെ സ്ക്വയർ എന്നായില്ലേ. ഓക്കെ, സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എന്നായി. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. നമുക്ക് നോക്കിയേക്കാം. ഇപ്പൊ നമുക്ക് കിട്ടിയെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തന്നെയല്ലായിരുന്നു, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തേക്കണ ഈ രണ്ട് റെഡ് മാർക്ക് ചെയ്തേക്കണ രണ്ട് സ്റ്റെപ്പുകൾ നോട്ട് ചെയ്താൽ മതിയാവും. ബാക്കിയൊക്കെ ഡയറക്റ്റ് ആണ്. ഇവിടെ നമ്മൾ എക്സ് പ്ലസ് 1 ഇ റേസ് ടു വൈക്ക് പകരം 1 എന്ന് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ഇ റേസ് ടു മൈനസ് വൈക്ക് പകരം നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ് അത് ഈ പ്രോബ്ലത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ ക്വസ്റ്റിനെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. y ഈസ് ഈക്വൽ ടു, ഇതാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് y ഈസ് ഈക്വൽ ടു സൈൻ m സൈൻ ഇൻവേഴ്സ് x, then prove that 1 minus x square into y2 minus x y1 plus m square y equal to 0. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതൊരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, എൻട്രൻസ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോകാം. യെസ്, y ഈക്വൽ ടു സൈൻ m സൈൻ ഇൻവേഴ്സ് x. നമ്മൾ ആദ്യം y1 ഒന്ന് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് y1? സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? cos. So cos m sin inverse x into, ഇനി നമുക്ക് ഇപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു. ഇനി നമുക്ക് എന്ത് വേണം? കോസിൻ്റെ ഡെറിവേറ്റീവ്. കോസ് അല്ല, ടേം ഇൻസൈഡ് ദ ബ്രാക്കറ്റ് വേണം. അപ്പോൾ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് എന്താ? m ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ആ. സോ m ടൈംസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നത് 1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അതിനെ നമുക്കൊന്ന് ഒന്നൊന്ന് അടുപ്പിച്ച് എഴുതാം, കോൺസ്റ്റൻസ് എല്ലാം കൂടെ. സോ m ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് ആദ്യമേ ഉള്ളൂ, പിന്നെ ബാക്കിയുള്ളതിനെ cos m സൈൻ ഇൻവേഴ്സ് എക്സ് അത് ഒരുമിച്ച് എഴുതാം, ഡിവൈഡഡ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ. മക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇങ്ങനെ റൂട്ട് വന്നാൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? യെസ് യെസ് യെസ്, കറക്റ്റ്, സ്ക്വയർ ചെയ്താൽ മതി. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പോൾ എന്ത് വരും ഇവിടെ? y1 സ്ക്വയർ ഈക്വൽ ടു m സ്ക്വയർ ഇൻറ്റു ഇത് കോസ് സ്ക്വയർ എന്നാവും അല്ലേ? കോസ് സ്ക്വയർ m സൈൻ ഇൻവേഴ്സ് എക്സ്, ബിക്കോസ് കോസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എന്നാണല്ലോ, ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. കാരണം നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് അങ്ങ് പോകുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം നോക്കിക്കേ. ഇപ്പോൾ നമുക്കിവിടെ കോഷ്യൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കോഷ്യൻ്റ് കഴിഞ്ഞ് എളുപ്പം എന്താണ്? പ്രൊഡക്റ്റ് റൂളാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? യെസ്, ക്രോസ് മൾട്ടിപ്ലൈ ആണ്. സോ ഇറ്റ് ഈസ് y1 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു m സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ m സൈൻ ഇൻവേഴ്സ് എക്സ്. കറക്റ്റ് അല്ലേ? യെസ്. ഇതിനെ ഞാൻ ഒന്ന് മാറ്റി എഴുതിക്കോട്ടെ. ദിസ് ഈസ് m സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കോസ് സ്ക്വയറിന് വരെ ഞാൻ 1 മൈനസ് സൈൻ സ്ക്വയർ, ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് m സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് വന്നിരിക്കുന്നത്, അത് ഞാനങ്ങ് കൊടുക്കുക. കറക്റ്റ് അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്തിനാ ഇങ്ങനെ ഈ കോസ് സ്ക്വയറിനെ സൈൻ സ്ക്വയറിലേക്ക് മാറ്റുന്നത് അല്ലേ? നമുക്കൊന്ന് തിരിച്ചു പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? y ഈസ് ഈക്വൽ ടു സൈൻ m സൈൻ ഇൻവേഴ്സ് എക്സ്. കണ്ടോ, ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്ന ഇവിടെ നോക്കിക്കേ, ഇവിടെ സൈൻ m സൈൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കണ്ടോ, അപ്പോൾ y എന്ന് പറഞ്ഞാൽ സൈൻ m സൈൻ ഇൻവേഴ്സ് എക്സ് ആ, ഇവിടെ സൈൻ m സൈൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ക്വയർ എന്നായി. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തിന് പകരം എന്ത് കൊടുക്കാം?
യെസ്, എന്താ y എന്ന് കൊടുക്കാം. ഇത് y അല്ല, ആക്ച്വലി y സ്ക്വയർ വരും, സ്ക്വയർ ഉള്ളതുകൊണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇത് സൈൻ എം സൈൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ക്വയർ എന്നാവും. വേറെ ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയേക്കാം നമുക്ക്. ഓക്കെ, ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയേക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എം സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ എം സൈൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ക്വയർ എന്നാണല്ലോ ഇതിന്റെ മീനിങ്. അപ്പം അതിനെ അങ്ങനെ തന്നെ എഴുതിയേക്കാം, ഒരു ബ്രാക്കറ്റ്. ഓക്കെ, സോ ഇറ്റ്സ് ഈക്വൽ ടു എം സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വൈ സ്ക്വയർ എന്നായി. ഇങ്ങനെ എഴുതിയാൽ ഉള്ളൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y ആണെങ്കിൽ അതിന് നേരെ ഡെറിവേറ്റീവ് y1 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ എം സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് വീണ്ടും കണ്ടുപിടിച്ചിട്ട് പിന്നെ എം സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അത്തരത്തിൽ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്ത് പോകണം. ഇവിടെ അത് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്, അതിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ തന്നെ റീപ്ലേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൊത്തത്തോടെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് y1 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് വേണ്ടത് y2 ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഡിഫറൻഷിയേറ്റിംഗ് both sides with respect to x. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു y1 സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് 1 മൈനസ് എക്സ് സ്ക്വയർ, 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ, പ്ലസ് ദാറ്റ് പ്ലസ് ഈസ് ദി പ്ലസ് ഓഫ് പ്രൊഡക്റ്റ് റൂൾ. ആൻഡ് കോൺവേഴ്സ്ലി 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y1 സ്ക്വയർ ഡെറിവേറ്റീവ് ഈസ് 2y1 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y1 ഇൻറ്റു y1ന്റെ ഡെറിവേറ്റീവ് y2. ഓക്കെ, സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. ഇനി പറയാം എം സ്ക്വയർ ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു y സ്ക്വയറിൻ്റെത് 2y ഇൻറ്റു y-യുടേത് y1. ഓക്കെ, ഓക്കെ, നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ നേരത്തെ പ്രോബ്ലംസിലൊക്കെ നമ്മൾ ചെയ്ത പോലെ ഈ ഫസ്റ്റ് ടൈം ഇതായിട്ട് എഴുതാം. മൈനസ് ഒന്ന് മാറ്റാൻ വേണ്ടി 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2y1 y2. അപ്പോൾ ഇത് 0 മൈനസ് എന്നുള്ളത് മൈനസ് ആവും. സോ മൈനസ് 2xy1 സ്ക്വയർ ഈക്വൽ ടു ഇവിടെ ഇത് മൈനസ് എം സ്ക്വയർ ഇൻറ്റു 2y1 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇതിനകത്ത് എല്ലാത്തിനകത്ത് എന്തുണ്ട്? ഒരു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു 2y1 എന്നുള്ളത് കോമൺ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇവിടെ നിന്ന് ഒരു 2y1 പോകും, 2y1 ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഒരു 2 ഉണ്ട്, y1 പോകും. ഇവിടെ നിന്ന് ഒരു 2 ഉണ്ട്, y1 പോകും. ബാക്കിയുള്ളത് നമുക്കൊന്ന് എഴുതാം. മിച്ചം എന്നാ ഉണ്ട്? 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ് ഇവിടെ 2 പോയി കഴിഞ്ഞാൽ പിന്നെ എക്സ് ഉണ്ട്, പിന്നെ ഒരു y1 ഉണ്ട്, ഇസ് ഈക്വൽ ടു എം സ്ക്വയർ y, നോ മൈനസ് എം സ്ക്വയർ y, കാരണം ഈ മൈനസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിനെ കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ ഇറ്റ് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ ടൈംസ് y2 മൈനസ് എക്സ് y1 പ്ലസ് എം സ്ക്വയർ y ഈക്വൽ ടു 0. ഇതല്ലേ മക്കളെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? നോക്കിക്കേ, 1 മൈനസ് എക്സ് സ്ക്വയർ y2 മൈനസ് എക്സ് y1 പ്ലസ് എം സ്ക്വയർ y ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? ഇറ്റ്സ് വെരി സിമ്പിൾ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബിക്കോസ് ഇത് നമ്മൾ നേരിട്ട് ചെയ്താൽ നമ്മൾ ഒത്തിരി കറങ്ങേണ്ട വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ ഉള്ളൂ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേ തവണ ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതിൻ്റെ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ തവണ കിട്ടും നമുക്ക്. അപ്പം അത്തരത്തിലേക്ക് നമ്മൾ എത്തണം, അതാണ് നമ്മളുടെ ഇതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, അപ്പോൾ ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് y minus b the whole square is equal to c square, where c is a constant which is a positive constant, c greater than 0, then prove that 1 plus dy by dx the whole square all raised to 3 by 2 divided by d square y by dx square.
Okay, and is a constant independent of a and b. നോക്കിക്കേ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ആണ് അല്ലെ. ഇത് നമുക്കറിയാം, ഇത് സർക്കിൾ ആണ്. എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. അപ്പോൾ എയും ബിയും അതിന്റെ സെന്റർ ആയിട്ട് വരുന്ന ആൻഡ് റേഡിയസ് സിയുമായിട്ട് വരുന്ന ഒരു സർക്കിൾ ആണ്. അതിന് ജോമെട്രിക്ക് വിട്ടേര് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. അതിനകത്ത് എയും ബിയും സിയും കോൺസ്റ്റന്റ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതാണ്, ഇത് 1 പ്ലസ് dy by dx square all raised to 3/2 divided by d square y by dx square and is a constant independent of a and b. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോകാം. യെസ്, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? നമുക്ക് dy by dx വേണം. അതിന് ആദ്യം നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ, നമുക്ക് ഇതിന്റെ പ്രൂഫിലേക്ക് പോകാം. തന്നിരിക്കുന്നത് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ എന്നാണ്. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് 2 ഇൻറ്റു അല്ലെ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയറാണ്. സോ 2 ഇൻറ്റു എക്സ് മൈനസ് എ സ്ക്വയറിൻ്റെ ആയി into derivative of x minus a. Derivative of x is 1, a is 0. So plus 2 into derivative of y minus 2 times y minus b. Like y minus b the whole square under 2 into y minus b into y minus b. Y യുടെ derivative dy by dx. b is a constant, so derivative 0 is equal to c square ആണെങ്കിലും c ആണെങ്കിലും c constant ആയതുകൊണ്ട് c square constant ആയതുകൊണ്ട് സി സ്ക്വയർ കോൺസ്റ്റന്റ് ആയാൽ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് dy by dxനകത്തുനിന്ന് കണ്ടുപിടിക്കാം. യെസ്, dy by dx എന്ത് കിട്ടും? സോ 2 ഇൻറ്റു വൈ മൈനസ് ബി, അത് അതിനകത്ത് അതവിടെ നിർത്താം നമുക്ക്. സോ 2 ഇൻറ്റു വൈ മൈനസ് ബി ഇൻറ്റു dy by dx ഇസ് ഈക്വൽ ടു ഇത് അപ്പുറം ചെല്ലുമ്പോൾ -2 ഇൻറ്റു എക്സ് മൈനസ് എ എന്നാവും. 2 കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് dy by dx കിട്ടും. dy by dx is equal to minus of x minus a divided by y minus b അല്ലേ. നമുക്ക് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇതിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ക്വസ്റ്റിനകത്ത് dy by dxൻ്റെ ഒരു ടേം ഉണ്ട് നമ്മുടെ ക്വസ്റ്റിനകത്ത്. കണ്ടോ, ഇവിടെ dy by dxന്റെ ടേം അല്ല, നമുക്ക് വേണ്ട dy by dx ഹോൾ സ്ക്വയറിന്റെ ടേമാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുപിടിച്ചേക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിന് ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് പേര് കൊടുത്തേക്കാം. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇതിന്റെ dy by dx ഹോൾ സ്ക്വയറും കൂടെ നമുക്കൊന്ന് കണ്ടുപിടിച്ചേക്കാം. dy by dxന്റെ സ്ക്വയർ dy by d, അതായത് ഇതിന്റെ സ്ക്വയർ മാത്രമാണ്, ജസ്റ്റ് സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ മൈനസിനെ സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആയിക്കോളും. ഇത് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും ഡിവൈഡഡ് ബൈ ഇത് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് കിടന്നോട്ടെ, നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്പർ ഇട്ടു. ഓക്കെ, നമുക്കിതൊന്നുമല്ല, നമുക്ക് വേണ്ടത് ഇനി ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്ന കൂടെ ഇവിടെ ഉണ്ടല്ലോ, dy by dx ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dxന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ d സ്ക്വയർ y by dx സ്ക്വയർ വരും. ഓക്കെ, ഇവിടെ നമ്മൾ ക്വോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം. ക്വോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് ബ്രാക്കറ്റിന് പുറത്തേക്ക് ഇട്ടേക്കാം. y മൈനസ് ഡിനോമിനേറ്റർ ഇൻറ്റു y മൈനസ് ബി ഇൻറ്റു ഇതാണ് നമ്മുടെ dy by dx. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ. എക്സിന്റെ ഡെറിവേറ്റീവ് 1 വരും, എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 വരും. സോ ഇറ്റ് ഈസ് 1 മൈനസ് തിരിച്ച് എക്സ് മൈനസ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ മൈനസ് ബി. ഡെറിവേറ്റീവ് ഓഫ് വൈ ഈസ് dy by dx. ബിയുടെ ഡെറിവേറ്റീവ് 0 വരും ഡിവൈഡഡ് ബൈ വൈ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ, സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. അത്തരത്തിൽ. ഓക്കെ, ഇവിടെ dy by dxന്റെ വാല്യൂ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ്
y minus b minus x minus a into dy by dx ന്റെ പകരം ഇക്വേഷൻ നമ്പർ 1 ൽ നിന്ന് വാല്യൂ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? മൈനസ് ഓഫ് x minus a divided by y minus b all divided by ഇപ്പോൾ dy by dx ന്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കണേ. ഇനി ബാക്കി നമുക്ക് ചെയ്യണം. സോ ഡിവൈഡഡ് ബൈ ഈ y minus b whole square. So y minus b the whole square. Okay. So that's equal to ഈ മൈനസ് കിടന്നോട്ടെ, പുറത്ത് കിടന്നോട്ടെ. ഇവിടെ ഈ മൈനസ് അവിടെ എന്താവും? പ്ലസ് ആവും. അപ്പോൾ y minus b പ്ലസ് x minus a into x minus a ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആവും ബൈ y minus b എന്ന് പറയും. ഹോൾ ഡിവൈഡഡ് ബൈ y minus b the whole square. റൈറ്റ്? ഓക്കെ. ഇനി നമ്മൾ ഇത്തരത്തിലെ പ്രോബ്ലം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യും അല്ലേ? കാരണം ഇവിടെ ഒന്ന് ക്രോസ് ചെയ്യാൻ പാകത്തിന് കിടക്കണം. അപ്പോൾ നമുക്കത് തന്നെ ചെയ്യാം. ഒന്ന് ക്രോസ് ചെയ്യാം. സോ ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് y minus b into y minus b സ്ക്വയർ എന്ന് വരും പ്ലസ് x minus a the whole square. അതായത് നമ്മൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. y minus b into y minus b is y minus b യുടെ സ്ക്വയർ പ്ലസ് ഇത് x minus a യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ y minus b യുടെ സ്ക്വയർ. സോറി, y minus b. ഇത് ഇവിടെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന y minus b ഡിവൈഡഡ് ബൈ ഇനി ഒരു y minus b സ്ക്വയർ അവിടെ ഓൾറെഡി ഉണ്ട്. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ഇവിടെ ഒരു y minus b ഉണ്ട്. ഈ y minus b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് y minus b into y minus b എന്ന് പറഞ്ഞാൽ y minus b യുടെ സ്ക്വയർ വരും പ്ലസ് ഇവിടെ x minus a സ്ക്വയർ ഉണ്ട്. അത് നമ്മളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ ദ ഡിനോമിനേറ്റർ y minus b ഹോൾ ഡിവൈഡഡ് ബൈ y minus b the whole square. ഓക്കെ. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് നമുക്ക് കിട്ടിക്കുന്ന ടൈം നോക്കിക്കേ. ഇത് y minus b the സ്ക്വയർ പ്ലസ് x minus a the whole square ആണ്. ഓക്കെ. തിരിച്ചെഴുതിയാൽ x minus a the whole square പ്ലസ് y minus b the whole square എന്നാണ്. അത് നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ക്വസ്റ്റിനകത്ത് തന്നേക്കണം നോക്കിക്കേ. ക്വസ്റ്റൻ ഇതാണ്, x minus a the whole square പ്ലസ് y minus b whole square എന്ന് പറഞ്ഞാൽ c സ്ക്വയർ ആണ് എന്ന് നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇഫ് x minus a the whole square plus y minus b the whole square is equal to c square എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ x minus a the whole square plus y minus b whole square നമുക്ക് എന്ത് ചെയ്യാം? അതിന് പകരം നമുക്ക് c square എന്ന് എഴുതാം. കാരണം അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഈ ബ്രാക്കറ്റിനകം എന്തായി മാറും? സോ ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് ഈസ് ഓൾറെഡി ദയർ, ഇത് c സ്ക്വയർ ആവും ബൈ y minus b. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യണം y minus b the whole square. അതിന് പകരം നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. അതായത് ഇതൊരു ടേം, അതിനെ ഈ y minus b whole square കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. അത് നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. മൈനസ് സി സ്ക്വയറിൻ്റെ 1 സി സ്ക്വയർ വരും. ഡിനോമിനേറ്ററിൽ y minus b the whole സ്ക്വയറും പിന്നെ ഒരു y minus b കൂടെ ഉണ്ട്. അപ്പോൾ അത് ഹോൾ ക്യൂബ് ആവും. ഇതാണ് നമ്മുടെ d സ്ക്വയർ y ബൈ dx സ്ക്വയർ. ഓക്കെ മക്കളെ. അപ്പോൾ ഇതിനെ നമുക്ക് അടുത്തൊരു നമ്പർ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 3. 1 ഉം 2 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് എന്താ വേണ്ടെന്ന് നോക്കാം. നമ്മുടെ വേണ്ട ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. നമുക്ക് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് d സ്ക്വയർ 1 പ്ലസ് dy ബൈ dx ഹോൾ സ്ക്വയർ ഓൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ y ബൈ dx സ്ക്വയർ ആണ്. സോ നമുക്ക് വേണ്ടത് 1 പ്ലസ് dy ബൈ dx ഹോൾ സ്ക്വയർ ആണ്. അതിൽ dy ബൈ dx ഹോൾ സ്ക്വയറിന്റെ വാല്യൂ നമ്മുടെ ഉണ്ട്. x മൈനസ് a the ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് b the ഹോൾ സ്ക്വയർ എന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാകത്തിന്. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണോ സൈഡിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചെഴുതിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്തായിരുന്നു? 1 പ്ലസ് dy ബൈ dx. നമ്മുടെ ക്വസ്റ്റൻ ഇതാണ്. 1 പ്ലസ് dy ബൈ dx സ്ക്വയർ
all raised to 3/2 divided by d square y by dx square ന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. that is equal to 1 plus നമ്മൾ ജസ്റ്റ് ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dy by dx whole square നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ എന്താണ്? യെസ് x minus a the whole square by y minus b the whole square. ഇതിന്റെ raised to 3/2 divided by d square by d square. അത് നമ്മുടെ ഇവിടെ ഉണ്ട് വാല്യൂ. അതിന്റെ വാല്യൂ കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. minus c square by y minus b the whole cube. ഓക്കെ, ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ഇത് ഞാനൊന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? y മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ y മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് തന്നെ വരും അല്ലേ? ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരും. y മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇവിടെ കിട്ടി, പ്ലസ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ y മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഇത് റേസ് ടു 3/2 ആണ്. റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ ഈ ടേം ആണ്. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ബൈ മൈനസ് സി സ്ക്വയർ. റൈറ്റ്? ഓക്കെ ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഈ ഭാഗം ഇത് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അല്ല, എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് സി സ്ക്വയർ ആണ് അല്ലെ? അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? അതിനെ സി സ്ക്വയർ എന്ന് റീപ്ലേസ് ചെയ്യാം. സോ ഇറ്റ്സ് ഈക്വൽ ടു സി സ്ക്വയർ. ഈ ടേം എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ y മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ഓൾ റേസ് ടു 3/2 ആണ് ഇൻറ്റു y മൈനസ് ബി ദി ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ മൈനസ് സി സ്ക്വയർ ആണ്. ഓക്കെ, ഒരു സെക്കൻഡ്, ഇവിടെ ഒരു മൈനസ് വിട്ടു പോയിട്ടുണ്ടോ എന്ന് സംശയം. ഒന്ന് നോക്കിക്കോട്ടെ. നമ്മളെവിടെയോ യെസ്, ഇല്ല, കറക്റ്റ് ആണ്. മൈനസ് സി സ്ക്വയർ ഇവിടെ ഉണ്ട്, മൈനസ് ഉണ്ട്, ആ മൈനസ് ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെ സി സ്ക്വയർ റേസ് ടു 3/2, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് എഴുതാം. ഇതിനെ ഒന്ന് ബാക്ക് അടിച്ചോട്ടെ. ഇത് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഈ ഒരു ടേമിനെ സി ബൈ വൈ മൈനസ് ബി എന്ന് എഴുതിയിട്ട് ഓൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓൾ റേസ് ടു 3/2. കറക്റ്റ് അല്ലേ മക്കളെ? ഇവിടെയും സ്ക്വയർ ഉണ്ട്, ഇവിടെയും സ്ക്വയർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒറ്റ ബ്രാക്കറ്റിനകത്താക്കി ഇട്ടിട്ട് ഹോൾ സ്ക്വയർ കൊടുത്തു. ഓക്കെ, ഇൻറ്റു ഈ മൈനസ് ആദ്യം ഞാൻ എഴുതിയേക്കാം. മൈനസ് y മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. മൈനസ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളതുകൊണ്ട് ഈ മൈനസ് പിന്നെ ആവശ്യമില്ല. ഓക്കെ, ഇത് നോക്കിക്കേ, ഇത് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്നുള്ള ഫോമുല. വാട്ട് ഈസ് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ? ദറ്റ് ഈസ് എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? മൈനസ് സി ബൈ വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 3/2 എന്ന് വരും. ഇതിനെന്തൊക്കെ ടൈപ്പ് കൊടുപ്പോൾ തന്നെ ഇൻറ്റു വൈ മൈനസ് ബി ദി ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് ഓൾ റേസ് ടു എം ഇൻറ്റു എന്നിൻ്റെ ഫോമുല അപ്ലൈ ചെയ്തു. ഇതിന് മാറ്റമില്ല. ഓക്കെ, ഇനി നമുക്ക് അതിനെ ഇത്രയും കൂടെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. അപ്പം എന്താ നമുക്ക് മിച്ചമുള്ളത് നോക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് ഉണ്ട്, മൈനസ് ഇവിടെ സി ക്യൂബ് ഉണ്ട്, അതുകൊണ്ട് സി ക്യൂബ് എന്ന് എഴുതാം. ഇവിടെ വൈ മൈനസ് ബിക്കും ക്യൂബ് ഉണ്ട്, കാരണം ഹോൾ ക്യൂബ് പുറത്ത് കിടപ്പുണ്ട്. 2 കട്ടായി പോയിട്ട് 3 കിടപ്പുണ്ട്. അപ്പോൾ സി ക്യൂബ് ബൈ വൈ മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന് വരും ഇൻറ്റു വൈ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ സി സ്ക്വയർ എന്ന് വരും. ദേ പോയി, രണ്ടും കട്ടായി പോയി. പിന്നെ ഒരു സി സ്ക്വയർ ഉണ്ട്, ഇവിടെ സി ക്യൂബ് ഉണ്ട്, ഗിവിംഗ് ബാക്ക്
മൈനസ് സി. നോക്കിക്കോ മക്കളെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിരുന്നു ഇത് ഹോൾ ടേം മീൻസ് 1 പ്ലസ് dy ബൈ dx ഓൾ സ്ക്വയർ ഓൾ റേസ് ടു 3/2 ഈസ് ഈക്വൽ ടു ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. 1 പ്ലസ് dy ബൈ dx ഓൾ സ്ക്വയർ ഓൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ y ബൈ dx സ്ക്വയർ. അതാണ് നമ്മളിപ്പോൾ ചെയ്തു വന്നേ. ഈസ് എ കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് എ ആൻഡ് ബി. സി നമുക്ക് കിട്ടിയേക്കുന്ന സി മാത്രമേ ഉള്ളൂ. സോ ദ ആൻസർ വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് എ ആൻഡ് ബി. അപ്പോൾ കിട്ടിയില്ലേ? അപ്പോൾ മക്കളെ ഇതൊരു ലെന്തി പ്രോബ്ലം ആണ്. പക്ഷേ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത് ആദ്യം dy ബൈ dx കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ d സ്ക്വയർ y ബൈ dx സ്ക്വയർ കണ്ടുപിടിച്ചു. ഇത് അതിനിടയ്ക്ക് കുറച്ച് സിംപ്ലിഫിക്കേഷൻസ് വരുന്നു. അത് നമ്മളൊന്ന് സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങളിത് തനിയെ പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ ഉള്ളൂ നമുക്കിത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ 1-2 തവണ പ്രാക്ടീസ് ചെയ്യാം, കിട്ടിയാൽ പിന്നെ ഓക്കെ. അപ്പോൾ മക്കളെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഡിഫറൻസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സിനകത്ത് ഇപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനകത്ത് നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാവിധ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങളുടെ റോളാണ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എൻട്രൻസിനും അതുപോലെ നമ്മുടെ ബോർഡ് എക്സാമിനേഷനും സ്കൂൾ എക്സാമിനേഷനും ഒക്കെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ അനവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വലിയ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഡിഫറൻസിയേഷൻ എന്നുള്ള ഈ ഒരു സെക്ഷൻ നമ്മളിവിടെ കൊണ്ട് തീരുകയാണ്. നമ്മുടെ 25 ക്ലാസ്സുകളോടുകൂടി നമ്മൾ ഡിഫറൻസിയേഷൻ്റെ ഈ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്റർ നമ്മളിവിടെ തീരുകയാണ്. ഇനി ഇതിനകത്ത് ഒരു ചെറിയ ഭാഗം കൂടി ബാലൻസ് ഉണ്ട്. അത് മെയിൻ വാല്യൂ തിയറംസ് ആണ്. 2 തിയറംസ് ആണ്. ആ തിയറംസ് നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററിന് ഇടയ്ക്ക് എടുക്കുന്നതായിരിക്കും. കാരണം അതിനകത്ത് നമുക്ക് ടാൻജൻസ് ആൻഡ് നോർമൽസിൻ്റെ ചില പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. അത് ടാൻജൻസും നോർമൽസും കൂടെ പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ അടുത്ത ഒരു ആപ്ലിക്കേഷനോ ഡിഫറൻസിയേഷനോ എന്ന ആ ചാപ്റ്ററാണ്. ആ സെക്ഷനകത്തോടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതും കൂടെ കൂട്ടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. കാരണം നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും നിങ്ങൾ തൃപ്തരാകില്ല. ഇനിയും നിങ്ങൾ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഇത്തരത്തിൽ നമുക്ക് ഒരു ഹെൽപ്പും ഇല്ലാതെ തന്നെ നമുക്ക് ഈ വീഡിയോസ് തന്നെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷനും അതുപോലെ നിങ്ങളുടെ സ്കൂൾ എക്സാമിനേഷനും എൻട്രൻസ് എക്സാമിനേഷൻ നല്ല സ്കോറും സ്കൂൾ എക്സാമിനേഷന് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. നമുക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വീഡിയോസ് മിസ്സാകാതെ കാണണം. മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി പോകും. അതുകൊണ്ട് ഈ 25ാമത്തെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ 24 എണ്ണവും കണ്ടതിന് ശേഷം 25ാമത്തെ കാണാവൂ, എന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഈ വീഡിയോയുടെ താഴെ ഒരു റെഡ് കളറിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, സബ്സ്ക്രൈബ്. അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും മിസ്സാകില്ല. എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ അടുത്ത ഒരു ടോപ്പിക്കുമായി കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.